അപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേർ അവകാശവാദം ഉന്നയിക്കും, അല്ലെങ്കിൽ 3 പേർ ഒരേപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്. അതിൽ നിന്ന് ആര് വേണം എന്ന് ഹൈക്കമാൻഡിന്റെ ഒരു തീരുമാനം, അത് നീണ്ടുപോയി വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അങ്ങനെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാൻ ഏറ്റവും നിർണായകമായത് കെ മുരളീധരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശങ്ങളാണ്. എങ്ങനെയാണ് VD സതീശനാണ് ഇതിൽ ഏറ്റവും അനുയോജ്യൻ എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഒരു ജനകീയ പിന്തുണ അദ്ദേഹത്തിനായിരുന്നു. ഞാൻ നിയോജകമണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം നന്ദി പറയാൻ വേണ്ടി നിയോജകമണ്ഡലത്തിൻ്റെ പല ഭാഗത്തും പോയി. എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 25 വാർഡാണ്. 25 വാർഡുകളിൽ ചെന്നപ്പോൾ അവിടെ നിന്നൊക്കെ ഉണ്ടായൊരു വികാരം എന്ന് പറയുന്നത്, സാർ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് വേണം. VD സതീശൻ ഇപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നിന്ന് അധികം പരിപാടിക്ക് വന്നിട്ടില്ല, ചില 1-2 പരിപാടിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ എല്ലാ ഭാഗങ്ങളിലും 25 വാർഡുകളിലും ജനങ്ങൾ ആവശ്യപ്പെട്ട് VD സതീശൻ വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധിയോട്, ജനകീയ പിന്തുണ അദ്ദേഹത്തിനാണ്, പക്ഷേ ഹൈക്കമാൻഡ് എന്ത് തീരുമാനം എടുക്കുന്നത് ഞാൻ അംഗീകരിക്കും. അതുകൊണ്ടാണ് ഒരു സ്ട്രോങ് സ്റ്റാൻഡ് അവിടെ എടുക്കാൻ കാരണം. തെരഞ്ഞെടുപ്പിന് ശേഷമാണോ അത് മനസ്സിലായത്? തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഇപ്പോൾ ഞാൻ പറയാം, പുതുയുഗ യാത്ര നടത്തി. ആ യാത്രയുടെ പ്രത്യേകത എന്താ? ഞാൻ യാത്ര പല ജില്ലകളിലും ഞാൻ പരിപാടിയിൽ പങ്കെടുത്തു. ഞാനും യാത്ര നടത്തിയിട്ടുണ്ട്, KPC അധ്യക്ഷനായിരുന്നു. പക്ഷെ അന്നൊന്നും കാണാത്തൊരു ആവേശം ഈ പുതിയ യാത്രയ്ക്ക് ഉണ്ടായി. അതിൻ്റെ മുഖ്യ കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് വ്യക്തമായൊരു കാഴ്ചപ്പാട് ആ ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. അത് ജനത്തിന് ഇഷ്ടമായി. ഇലക്ഷനിൽ 100 സീറ്റ് കിട്ടും എന്ന് ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചു. എനിക്ക് പോലും 80-ൽ കൂടില്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ അക്കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം, അതാണ് ഇത്തവണ കൂടുതൽ വോട്ട് കിട്ടാൻ സാഹചര്യം ഉണ്ടായത്. ഈ 3 പേരിൽ VD സതീശൻ ആണ് ഏറ്റവും യോഗ്യൻ എന്ന ധാരണ അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ കെ മുരളീധരൻ എന്ന വ്യക്തിക്കുണ്ട്. അതിൽ ഒരു മാറ്റവും ഒരു ഘട്ടത്തിലും ഒരാലോചനയിലും ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞില്ല, ജനകീയ അടിത്തറ ഇത്തവണ അദ്ദേഹത്തിനാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ പറഞ്ഞു. എന്ന് വെച്ചാൽ മറ്റുള്ളവർ മോശക്കാരല്ല.